ഗിയർലെസ് വണ്ടി നോക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു വീഡിയോ ആണ് നമ്മളെ വീഡിയോ. വീക്കിലാണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാര്യം ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. ഒരു 9 ഗിയർലെസ് വണ്ടി നമ്മളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ കാണുന്ന വണ്ടികളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ആക്റ്റീവ ഉണ്ട്, ജൂപ്പിറ്ററുണ്ട്. 2013 മോഡൽ മുതൽ 2019 മോഡൽ വരെയുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് മോഡൽ കൂടുതലുണ്ട്, അഥവാ വെറൈറ്റി കൂടിയപ്പോൾ ഇങ്ങനെ കുറഞ്ഞിലേക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇത് നോക്കുന്നത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ആക്റ്റീവാണ്. 5G ആണ് വരുന്നത്. 5G ആകുമ്പോൾ എന്താ വെച്ചാൽ ഹെഡ്ലൈറ്റുമ്പോഴൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. LED ടൈപ്പാണ് വരുന്നത് കേട്ടോ, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 53,800 സിംഗിൾ ഓണർഷിപ്പ് 2019 മോഡൽ വണ്ടി കേട്ടോ. ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് വരുന്നത്. അതുപോലെ 2019 രജിസ്ട്രേഷൻ വരുന്ന ആക്റ്റീവാണ്. ഇതും 5G ആണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 49,800 രൂപയാണ് കേട്ടോ. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതും പറയുമ്പോൾ സിംഗിൾ ഓണർഷിപ്പ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ ഉള്ളത് 2019 മോഡൽ വരുന്ന ജൂപ്പിറ്റർ ആണ്. 110 ആണ് CC വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെന്താണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? വെറും 46,800 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ജൂപ്പിറ്റർ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഉള്ളത് 2018 മോഡൽ ജൂപ്പിറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും 40,800 റേഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2016 മോഡൽ ജൂപ്പിറ്റർ ആണ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ വരുന്ന വണ്ടിയാണോ. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 34,800 രൂപ ആണോ. അഥവാ ജൂപ്പിറ്റർ നമ്മൾ പ്രത്യേകം എന്ന് വെച്ചാൽ അലോവീലും കാര്യങ്ങളൊക്കെയാണ് ജൂപ്പിറ്ററിന് വരുന്നത്. കമ്പനി നല്ല അലോവീലും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ 110 CC ആണ്. എല്ലാ വണ്ടിയും 110 CC ആണ് ആക്റ്റീവ് വരുന്നത്. പിന്നെ 125 ഉണ്ട്, ഇതൊക്കെ 110 വരുന്നത്. 125 ആകുമ്പോൾ ഡിസൈനും മാറുന്നുണ്ട്. റീസെയിൽ വാല്യൂ കൂടുതലൊക്കെ ഉള്ളത് 110 ആണ് കേട്ടോ വരുന്നത്. ജൂപ്പിറ്റർ നോക്കുമ്പോൾ അലോവീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 ജൂപ്പിറ്റർ ഉണ്ട്. ബ്ലാക്ക് വേണം ബ്ലാക്ക്, വൈറ്റ് വേണം വൈറ്റ്, ഗ്രേ വേണം ഗ്രേ ഉണ്ട്. ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. പിന്നെ നമ്മൾ 2016 മോഡൽ ആക്റ്റീവ് ഉണ്ട്. ആക്റ്റീവ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 33,800 രൂപ കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ലേഡി തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ്. 46,000 കിലോമീറ്റർ റേഞ്ചാണ് വണ്ടി ഓടുന്നത്. 100 കിലോമീറ്റർ ഒക്കെ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാത്തിനും ഡീറ്റെയിൽസും കൂടെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ച് ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. പിന്നെ 2015 മോഡൽ ആക്റ്റീവ് ആണ്. ആക്റ്റീവൊക്കെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 30,800 രൂപ കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. 2015 മോഡൽ വണ്ടിയാണ്. പിന്നെന്താണ് 2014 മോഡൽ ആക്റ്റീവ് ഉണ്ട്. 25,800 ചോദിക്കുന്നത്. 2013 മോഡൽ ആക്റ്റീവ് ഉണ്ട്. ഇത് ചോദിക്കുന്നത് എത്രയാണ്? വെറും 23,800 രൂപയാണ്. ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എല്ലാ വണ്ടിയും എഞ്ചിൻ പരമായിട്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിനും പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇത് കൂടാതെ നമ്മളെ ആക്സസ് സ്റ്റോക്ക് നാളെ ആക്സസ് വരാണ്ട്. പിന്നെ ഗ്ലാമറും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ ഈ നമ്പറിലേക്ക്, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ നമ്മളെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ വേണം അയച്ചു തരും. നിങ്ങൾക്ക് എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ എൻക്വയറി ചെയ്താലാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. അതിലൊക്കെ നോക്കി നമ്മൾ എല്ലാ ഡെയിലി വരുന്ന വണ്ടികൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ വെഹിക്കിൾ ഹണ്ട് തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റാ പേജ് FBയിലാണെങ്കിലും വെഹിക്കിൾ ഹണ്ട് അടിച്ചാൽ കാണാം. എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വണ്ടികൾ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളെ കൈമ ഏതെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരിയാണ് കേട്ടോ. കോഴിക്കോട് ടൗണിൽ നിന്നാണ് ഒരു 30 കിലോമീറ്റർ വരുന്നുണ്ട്. താമരശ്ശേരി മുക്കത്തിലേക്ക് സെൻട്രൽ ആയിട്ടാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. ഓമശ്ശേരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികളൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആൾക്കാർ കൊണ്ടുപോയിക്കോ.